ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് താരൻ അഥവാ ഡാൻഡ്രഫിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് താരൻ. അപ്പോൾ താരൻ വരാതിരിക്കാനും അതുപോലെ നമ്മുടെ തലയിലെ താരനെ പൂർണ്ണമായിട്ടും മാറ്റാനും വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഞാനിന്നൊന്നും എന്റെ തലയിൽ ചെയ്ത് കാണിക്കുന്നില്ല, വേറൊന്നും കണ്ടല്ല. ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റെമഡി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാലോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 10 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതും പിന്നെ അതുപോലെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞതാണ്, അവരും ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാ ടിപ്സും 100% എഫക്റ്റീവ് ആണ്, വളരെ നാച്ചുറൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആ ടിപ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് താരൻ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നും ഒന്ന് പറയാം. അപ്പൊ താരൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലയോട്ടിയിലെ ഈ തൊലി ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ വല്ലാതെ ഡ്രൈ ആയിട്ട് അത് പൊഴിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ് താരൻ. അപ്പൊ സാധാരണ എല്ലാവർക്കും കുറേശ്ശെ തൊലി പൊളിയും, അത് നോർമലാണ്. പക്ഷെ ഒരുപാട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു വന്നത് നമ്മുടെ മുടികളെല്ലാം തട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, പിന്നെ അതുപോലെ ഒത്തിരി അങ്ങ് വല്ലാണ്ട് കൂടുതലാകുമ്പോൾ പിരികത്തിലും അതുപോലെ കൺപീലിയിൽ വരെ താരൻ വരുന്നൊരവസ്ഥയുണ്ട്. അപ്പൊ ഈ താരൻ വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡ്രൈനെസ് ആണ്. അതായത് നമ്മുടെ തലയോട്ടിയിലെ ഈ ഒരു ചർമ്മം വല്ലാതെ ഡ്രൈ ആകുന്നത് കൊണ്ടാണ് താരൻ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡ്രൈനെസ്സിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ജലാംശം കുറയുന്നതാണ്. നമുക്കറിയാം, വെള്ളം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും, പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും എല്ലാം വളരെ വേണ്ടപ്പെട്ടതാണ് വെള്ളം. അപ്പൊ അതുകൊണ്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം എന്നാണ് പറയുന്നത്. 2 to 3 ലിറ്റേഴ്സ് വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വീര്യം കൂടിയ ഷാംപൂസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതും ഇതുപോലെ ഡ്രൈനെസ് കൂട്ടാൻ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒത്തിരി ഷാംപൂവിന്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഉപയോഗിക്കുമ്പോൾ വളരെ മൈൽഡ് ഷാംപൂസ് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ താളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ പറ്റുന്നവര് അങ്ങനെ ചെയ്യുക. അപ്പൊ ഡ്രൈനെസിന്റെ മറ്റൊരു കാരണം എന്താന്ന് വെച്ചാല് എണ്ണ കുറയുന്നതാണ് തലയിൽ. അപ്പൊ നമ്മള് നന്നായിട്ട് തലയിൽ ഓയിൽ മസാജ് ചെയ്യണം, നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എണ്ണ നന്നായിട്ട് തേച്ച് വേണം കുളിക്കാന്. അപ്പം എണ്ണ തേക്കുമ്പം നന്നായിട്ട് മസാജ് ചെയ്യണം തലയിൽ. ഇങ്ങനെ വിരൽത്തുമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. വെറുതെ എണ്ണ ഇങ്ങനെ തേച്ച് വിട്ടാൽ പോലെ നന്നായിട്ട് മസാജ് ചെയ്ത് തലയിൽ കുറച്ചു നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് വേണം തല കഴുകിക്കളയാൻ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ താരൻ വരാതിരിക്കാൻ നല്ലതാണ്. അപ്പൊ നമുക്കിനി താരനെ എങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം, അതാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ 10 ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇതിൽ എല്ലാം എഫക്റ്റീവ് ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആര്യവേപ്പിലയാണ്. നിങ്ങൾക്കറിയാലോ, ആര്യവേപ്പില നീം ലീവ്സ് വളരെ ഔഷധ ഗുണമുള്ളതാണ്. ആര്യവേപ്പിലയ്ക്ക് ആന്റി മൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവയൊക്കെയാണ് താരനെ മാറ്റാൻ സഹായിക്കുന്നത്. ആര്യവേപ്പില എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ പലതരത്തിൽ ഉപയോഗിക്കാം. അപ്പം ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാല്, ആര്യവേപ്പില ഒരു പിടിയെടുത്ത്, തണ്ടോടുകൂടി ഒരു പിടിയെടുത്ത് കുറച്ച് വെള്ളത്തില്, നമുക്ക് തല കഴുകാൻ എന്തോരം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിക്കുക. മൂടി വെച്ച് തിളപ്പിക്കാൻ നോക്കുക. നന്നായിട്ട് തിളച്ച് അതിൽ ആ സത്തെല്ലാം ഊറി ഒരു ഗ്രീനിഷ് കളറാകും വെള്ളത്തിന്. ജസ്റ്റ് ഇപ്പം ഗ്യാസിലൊക്കെയാണ് ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളയ്ക്കുക. ആ സത്ത് ഫുള്ളങ്ങോട്ട് ഊറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം തിളച്ചെല്ലാം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ആ മൂടി വെച്ച് ആ പാത്രത്തോട് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ വെള്ളത്തിൽ തല കഴുകാൻ നോക്കുക. എണ്ണ വെച്ച് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളത്തില്, ആര്യവേപ്പില ഇട്ട വെള്ളത്തിൽ തല കഴുകി കളയുക. അപ്പൊ ഈ വെള്ളം കൊണ്ട് തല കഴുകിയതിനു ശേഷം അതിന്റെ പുറകെ പച്ചവെള്ളം ഒഴിച്ച് തല കഴുകാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഷാമ്പൂ ഇടുവൊന്നും വേണ്ട. ഈ ഒരു വെള്ളം കൊണ്ട് മാത്രം തല കഴുകിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പൂർണ്ണമായിട്ടും താരനെ ഒഴിവാക്കാം. ഇനിയിപ്പോ എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഒന്നിടവിട്ടോ അല്ലെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്ത് നോക്കാം, നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പൊ പറ്റുന്നവരെല്ലാം അത് ചെയ്യുക. സെക്കൻഡ് റെമഡി എന്താണെന്ന് വെച്ചാൽ ആര്യവേപ്പില കൊണ്ട് തന്നെയാണ്. ആര്യവേപ്പില കുറച്ചെടുത്ത്
ഒരു ലേശം വെള്ളം എടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം എടുത്തിട്ട് അരച്ചിട്ട് അത് നന്നായിട്ട് അപ്പൊ തന്നെ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് തല നന്നായിട്ട് കഴുകുക. ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴുകുക. ഇത് ഒരു ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പൊ പറ്റുന്നവരെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നാട്ടിൽ അല്ലാത്തവർക്ക്, അതായത് പുറത്തുള്ളവർക്ക് ആര്യവേപ്പില കിട്ടാൻ പാടല്ലേ. അപ്പൊ അതുപോലെ ആര്യവേപ്പില വീട്ടിലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഈ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് തൈര്. നല്ല തൈരില്ല നമ്മുടെ വീട്ടിലെ, അത് നല്ല പുളിച്ചതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ അങ്ങനെ പുളിച്ച തൈരെടുത്ത് നമ്മുടെ തലയിൽ തേക്കാൻ എന്തോരം വേണോ അത്രയും തൈരെടുത്തിട്ട് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഇവിടെ ശരിക്കും സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 30 മിനിറ്റ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക. ഈ തൈരിൽ കുറച്ച് നല്ല ബാക്ടീരിയകളുണ്ട്, അതൊക്കെ താരനെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. തൈരിന് പകരം യോഗർട്ട് ആണെങ്കിലും പറ്റൂട്ടോ, കാരണം ഇവിടെയൊക്കെ യോഗർട്ട് ആണല്ലോ കിട്ടുക. അപ്പൊ അങ്ങനെ യോഗർട്ട് ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും, അതായത് ചെറുനാരങ്ങയുടെ നീരും, പിന്നെ 1 ടീസ്പൂൺ തേനും. ഈ 3 സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ടുള്ള നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഇതുപോലെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് നല്ലതാണ്. ഇനി അടുത്തത് നാരങ്ങ നീര് വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു നാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂറത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഓരോന്ന് ചെയ്യുമ്പോഴും. അങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പൊ നാരങ്ങ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം. ചിലർക്ക് നാരങ്ങയുടെ നീര് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇറിറ്റേഷനും ഒരു നീറലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവര് നാരങ്ങ ഒഴിവാക്കാം. വേറെ കുറെ റെമഡീസ് ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും ഒരെണ്ണം നോക്കാം. നാരങ്ങ തന്നെ ആകുമ്പോഴാണ് നീറലൊക്കെ ഉണ്ടാകുക. അപ്പൊ നാരങ്ങയുടെ കൂടെ എണ്ണ, അതുപോലെ മറ്റേത് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് തൈരും നാരങ്ങ നീരും തേനും കൂടെയല്ല, അപ്പൊ അത്ര ഒരു പ്രശ്നം വരില്ല. ഇനി അടുത്ത റെമഡി എന്താന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിനീര്, ഒന്നുകിൽ സവാള എടുക്കുക അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, അതിന്റെ നീരെടുക്കുക. അപ്പൊ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന്റെ നീരെടുക്കുക. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ആ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഇതുപോലെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതും അരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളയാം, പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പൊ ഉള്ളിനീരും ഡാൻഡ്രഫിനുള്ള നല്ലൊരു മരുന്നാണ്. പിന്നെ അത് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും ഉള്ളിനീര് നല്ലതാണ്. അടുത്ത റെമഡി ഉലുവയാണ്. കുറച്ച് ഉലുവ എടുത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കുതിരും. എന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ആ ഒരു പേസ്റ്റ് രൂപം വരും. ഒരു നല്ല പേസ്റ്റ്, നല്ല സ്റ്റിക്കി ആയിരിക്കും, ഭയങ്കര ഇങ്ങനെ കുഴഞ്ഞരിക്കുന്നത്. അതിന്റെ ആ ഒരു നേച്ചറാണ്, ആ സ്റ്റിക്കി നേച്ചറാണ് നമുക്ക് ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് തലയോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ വെക്കുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അതും നല്ലതാണ്. അടുത്തത് കടുകാണ്. കടുക് നമുക്കറിയാം മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. കടുകിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, പിന്നെ പ്രോട്ടീൻ, അങ്ങനത്തെ കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മുടിയുടെ വളർച്ചയ്ക്കും പിന്നെ ഡാൻഡ്രഫ് പോകാനും ഒക്കെ സഹായിക്കും. അപ്പൊ കടുക് നമുക്ക് കുറച്ച് കടുക് എടുത്തിട്ട് ഒരു ലേശം വെള്ളവും കൂടി ഉപയോഗിച്ച് അരയ്ക്കുക. അരയ്ക്കാൻ വേണ്ട ഒരു വെള്ളം. അപ്പൊ ആ ഒരു മിശ്രിതം എന്നിട്ട് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെക്കുക. എന്നിട്ട് കഴുകിക്കളയുക പച്ചവെള്ളത്തിൽ. അപ്പൊ അതും നല്ലതാണ്. അടുത്തത് ഒലിവ് ഓയിലാണ്. അപ്പൊ ഒലിവ് ഓയിൽ വീട്ടിലുള്ളവർക്കൊക്കെ അതും ചെയ്ത് നോക്കാം. ഒലിവ് ഓയിൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറാനും മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് ആവശ്യമായ ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഒലിവ് ഓയിൽ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ 10ാമത്തെ ടിപ്പ് പറയാൻ പോവാണ്. ലാസ്റ്റ് ടിപ്പ്, അത് ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, പിന്നെ ലെമൺ ജ്യൂസ്. ഇത് 3 കൂടി മിശ്രിതമാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരും മിക്സ് ചെയ്ത് അതും ഇതുപോലെ തന്നെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഇവയെല്ലാം നമുക്കൊരു 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട്
ഒന്നിടവിട്ടുള്ള ദിവസമായിട്ട് 3 ദിവസം വെച്ച് ചെയ്യാം. പിന്നെ നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ളത് ആഴ്ച 2 ദിവസം ചെയ്താലും മതി. അപ്പൊ ഇത് ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒന്നിടവിട്ട് 3 പ്രാവശ്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട്, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താരൻ മാറിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗം നിർത്തരുത്. നിങ്ങൾക്ക് ഏത് റെമഡി ഉപയോഗിച്ചിട്ടാണോ നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് ആ റെമഡി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1 തവണയെങ്കിലും ചെയ്യണം. അപ്പൊ നമ്മുടെ താരൻ പൂർണ്ണമായി പോകാനും അതുപോലെ ഇനി താരൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ആഴ്ചയിൽ 1, ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ 1 നിങ്ങൾ ചെയ്തിരിക്കണം. എന്നാലേ ഇത് ഇനിയും താരം വരാതിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് തൃപ്തിയാകുന്നില്ലെങ്കിൽ താളി ഉപയോഗിക്കാം, ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കാം. ഇനി അതല്ല ഷാംപൂ ഉപയോഗിക്കണമെങ്കിൽ മൈൽഡ് ഷാംപൂ എന്തെങ്കിലും ഉപയോഗിക്കുക. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം, അതായത് ആര്യവേപ്പില, വെളിച്ചെണ്ണ, നാരങ്ങ നീര്, ഉലുവ, കടുക്, ഒലിവ് ഓയിൽ, തൈര്, തേൻ, ഇവയെല്ലാം താരന് മാത്രമല്ല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും നല്ല മുടി കിട്ടാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാം വളരെ ഈസിയാണ്, വീട്ടിലിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ ചാനൽ ഡ്യൂഡ്രോപ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.